ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് തെലങ്കാന സർക്കാർ. പ്രതികൾക്ക് ക്ലീൻ ചിറ്റ് നൽകി കേസ് അവസാനിപ്പിച്ച പോലീസ് റിപ്പോർട്ട് വിവാദമായതിനെ തുടർന്ന് അത് തള്ളിയാണ് കേസിൽ കൂടുതൽ അന്വേഷണം നടത്താനായി DGP രവി ഗുപ്ത ഉത്തരവിട്ടത്. കേസിന്റെ അന്തിമ റിപ്പോർട്ട് 2023 നവംബറിലാണ് തയ്യാറാക്കിയത്. പിന്നീട് ഇത് കോടതിയിൽ സമർപ്പിച്ചത് 2024 മാർച്ച് 21-നാണ്. ആ റിപ്പോർട്ടിനെ കുറിച്ച് ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട കോടതിയിൽ ഹർജി നൽകുമെന്നും DGP പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രോഹിത് വെമുല പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയല്ലെന്നും യഥാർത്ഥ ജാതി സ്വത്തും വെളിപ്പെടുമെന്ന് ഭയന്നാണ് ജീവനൊടുക്കിയതെന്നുമായിരുന്നു വിവാദമായ റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ അന്വേഷണത്തിൽ വെമുലയുടെ അമ്മ അതൃപ്തി അറിയിച്ചതോടെയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. മരിച്ചാലും ജാതി ഒരാളെ വിടുന്നില്ലെന്നാണ് അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ എക്സിൽ കുറിച്ചത്. ഇത് കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടല്ല, രോഹിത് വെമുലയുടെ സ്വഭാവഹത്യയാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ പ്രവേശനം നേടിയ മിടുക്കനായ വിദ്യാർത്ഥി. അങ്ങനെയൊരു നേട്ടം കൈവരിച്ച ഏക വിദ്യാർത്ഥി നമ്മുടെ സംവിധാനത്തിന്റെ ഇരയായിരിക്കുന്നു. അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കുന്നതിന് പകരം നമ്മുടെ സംവിധാനങ്ങൾ ചെയ്യുന്നത് ഇതാണ്. മരിച്ചാലും ജാതി ഒരാളെ വിടുന്നില്ല, അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. സംഭവത്തിൽ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ച് ദളിത് ആക്ടിവിസ്റ്റുകളും രംഗത്തു വന്നു. RSSനെതിരെ പ്രവർത്തിക്കാനുള്ള കോൺഗ്രസിന്റെ കഴിവില്ലായ്മയാണ് ഇത് തെളിയിക്കുന്നതെന്ന് പലരും ആരോപിച്ചു. RSS നിശ്ചയിച്ച നിയമങ്ങൾ അനുസരിച്ചാണ് കോൺഗ്രസും പ്രവർത്തിക്കുന്നത്. അതിനെ മറികടക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ വോട്ടുകൾ നഷ്ടമാകുമെന്ന ഭീതിയാണ് അവർക്കെന്നുമാണ് വിമർശനമുയർന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും വിമർശനമുണ്ട്. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയിൽ രോഹിത് വെമുലയുടെ മാതാവ് രാധിക വെമുലയും പങ്കെടുത്തിരുന്നു. രോഹിത് വെമുല തന്റെ ദളിത് സ്വത്വത്തോടുള്ള വിവേചനവും അനാദരവും കൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. വർഷങ്ങൾ കടന്നു പോകുമ്പോഴും അവൻ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായും ധീരയായ അമ്മ പ്രതീക്ഷയുടെ പ്രതീകമായും തുടരുന്നു. അവസാനം വരെ പോരാടിയതിന് രോഹിത് എന്റെ ഹീറോയാണ്, അന്യായം ചെയ്യപ്പെട്ട എന്റെ സഹോദരനാണ് എന്നായിരുന്നു രോഹിത് വെമുലയെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ പോലീസ് കേസ് അവസാനിപ്പിച്ച വിഷയത്തിൽ രാഹുൽ ഇടപെടണമെന്ന ആവശ്യവും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ വിവിധ വിദ്യാർത്ഥി സംഘടനകളും രംഗത്തു വന്നു. രോഹിത് വെമുലയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി ഒത്തുചേർന്നിരുന്നു. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന് 4 മാസത്തിനു ശേഷമാണ് രോഹിത് വെമുല കേസിൽ റിപ്പോർട്ട് വരുന്നത്. തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്നതും ശ്രദ്ധേയമാണ്. രോഹിത് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ലെന്നും തന്റെ യഥാർത്ഥ ജാതി ഐഡന്റിറ്റി കണ്ടെത്തുമെന്ന് ഭയന്നാണ് ജീവനൊടുക്കിയതെന്നുമാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് രോഹിത് സർവകലാശാലയിൽ പ്രവേശനം നേടിയത്. ഇത് പുറത്തുവരുമോ എന്ന ഭയത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നും റിപ്പോർട്ടിലുണ്ട്. താൻ ദളിതനല്ലെന്ന് രോഹിത്തിന് അറിയാമായിരുന്നു. ഇത് പുറത്തറിഞ്ഞാൽ തന്റെ അക്കാദമിക് ബിരുദങ്ങൾ നഷ്ടപ്പെടുമെന്നും താൻ വിചാരണ ചെയ്യപ്പെടുമെന്നും രോഹിത് നിരന്തരം ഭയപ്പെട്ടിരുന്നുവെന്നുമാണ് പോലീസിന്റെ വിവാദ റിപ്പോർട്ട്. രോഹിത്തിന്റെ പിതാവ് മണികുമാർ വഡ്ഡേര സമുദായത്തിൽപ്പെട്ടയാളാണ്. എന്നാൽ അമ്മ രാധികയുടെ ദളിത് വ്യക്തിത്വം കണ്ടെത്തിയതിനെ തുടർന്ന് അവരെയും മക്കളെയും ഉപേക്ഷിച്ചു. രോഹിത് പഠനത്തെക്കാൾ ക്യാമ്പസിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെട്ടെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. 2016 ജനുവരിയിലാണ് HSUയിലെ ഗവേഷക വിദ്യാർത്ഥിയായ രോഹിത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഒരാളുടെ വ്യക്തിത്വം അയാളുടെ സ്വത്വം മാത്രമായി ചുരുങ്ങുന്നത് എന്തൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. എന്റെ ജനനം തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് എന്നെഴുതിവെച്ചാണ് രോഹിത് വെമുല ജീവനൊടുക്കിയത്. തുടർന്ന് രാജ്യത്ത് വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. IPC സെക്ഷൻ 306 പ്രകാരം ആത്മഹത്യാ പ്രേരണ, SC/ST അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന അപ്പാ റാവുവിനെയും BJP നേതാക്കളെയും പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇപ്പോഴത്തെ പോലീസ് റിപ്പോർട്ട്. രോഹിത് വെമുലയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപണമുയർന്ന അന്ന് MP ആയിരുന്ന ബന്ദാരു ദത്താത്രേയ, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം N രാമചന്ദ്ര റാവു, ABVP നേതാവ് സുശീൽ എന്നിവർക്കും മരണത്തിൽ പങ്കില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്. BJPയും ABVPയും കെട്ടിച്ചമച്ച കഥകളാണ് പോലീസ് കുറ്റപത്രത്തിലുള്ളതെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം ആരോപണം. അക്കാദമിക് രേഖകളിലടക്കം ദളിത് എന്ന് അടയാളപ്പെടുത്തിയ ഒരാളെയാണ് പോലീസ് ദളിത് അല്ലെന്ന് ആരോപിക്കുന്നത്. വ്യാജ റിപ്പോർട്ട് നൽകി രോഹിത്തിനെ വീണ്ടും അപമാനിക്കാനാണ് പോലീസും ഭരണകൂടവും ശ്രമിക്കുന്നതെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു.